ഞങ്ങളുടെ പരിപാടി വീക്ഷിക്കുന്ന ഇതര മത സഹോദര സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ സ്നേഹാഭിമാനികൾ വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1501 ജന്മദിനത്തിൻ്റെ ഭാഗമായി മാങ്ങോട് AIC എഡ്യൂക്കേഷൻ സെൻ്റർ സംഘടിപ്പിച്ച നബിദിന സന്ദേശ റാലിയാണ് ഈ സമയത്ത് ഇവിടെ എത്തി നിങ്ങൾക്ക് മുന്നിൽ അവിടെയുള്ള മക്കളുടെ മറ്റ് പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചത്. സ്നേഹമുള്ളവരെ ആദ്യമായി തന്നെ അറിയിക്കുകയാണ്, വരുന്ന സെപ്റ്റംബർ 5-ാം തീയതി AIC ക്യാമ്പസിൽ വെച്ച് ഈ മക്കളുടെ വിവിധങ്ങളായ ഇസ്ലാമിക കലാപരിപാടികൾ അരങ്ങേറുന്നുണ്ട്. ആ മഹത്തായ സദസ്സിലേക്ക് മുഴുവൻ സ്നേഹ മനസ്സുകളെയും വളരെ ഹൃദ്യമായി ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. 1500 വർഷങ്ങൾക്ക് മുമ്പാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് ജനിച്ചു വീഴുന്നത്. ഡാർക്ക് ഏജ് എന്നാണ് ആ കാലഘട്ടത്തെക്കുറിച്ച് ചരിത്രമാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്, പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇരുണ്ട യുഗം. നമുക്കറിയാം, കലഹത്തിലും മദ്യത്തിലും മറ്റുമായി ജനങ്ങൾ പൂലബുദ്ധി ഒഴുകുന്ന ആ ഒരു സ്വഭാവത്തിന് അടിമയായ ജനങ്ങൾ സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, സമാധാനത്തിൻ്റെ മുത്തുമണികളായി വാർത്തെടുത്ത വിശ്വവിമോചകൻ അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ കളവ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കളവിൻ്റെ ഒരു ലാഞ്ചന പോലും എവിടെയും ആ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അക്രമത്തിൻ്റെ, അനീതിയുടെ ഒന്നും അവിടുത്തെ വാക്കു പ്രവർത്തികളിൽ ഉണ്ടായിട്ടില്ല. തീർത്തും അന്നത്തെ പ്രവാചകരെ ഉൾക്കൊള്ളാത്ത ആളുകൾ പോലും അൽ-അമീൻ അഥവാ സത്യസന്ധൻ എന്ന് മാത്രം അഭിസംബോധന ചെയ്ത ആ വിശ്വവിമോചകൻ ഇവിടെ മാനവകുലത്തിന് സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ വഴികൾ മാത്രമാണ് തെളിയിച്ചിട്ടുള്ളത്. ആ വിശുദ്ധ ഇസ്ലാം അക്രമങ്ങൾക്ക്, അനീതികൾക്ക് ഒരു പഴുതും നൽകിയിട്ടില്ല. ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് സ്നേഹവും സന്തോഷവും സൗഹാർദ്ദവുമാണ്. ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും, ഏത് വിശ്വാസത്തിൽപ്പെട്ടവനാണെങ്കിലും അവരവരുടെ വിശ്വാസം കീപ്പ് ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വിശുദ്ധ ഇസ്ലാം കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഇതര മതവിശ്വാസികൾ ആരാധിക്കുന്ന ദൈവത്തെ അല്ലെങ്കിൽ ആരാധ്യ വസ്തുക്കളെ പോലും ചീത്ത നാവുകൊണ്ട് പറയാൻ പാടില്ലെന്ന് മാത്രമല്ല ഇസ്ലാം പഠിപ്പിച്ചത്, ആ ആരാധ്യ വസ്തുക്കളോട് മുസ്ലിമാകുന്ന നിന്റെ മനസ്സിലൊരു വെറുപ്പ് പോലും തോന്നാൻ പാടില്ലെന്ന് മഹത്തായ മതേതരത്തിന്റെ മൗനോദാഹരണം പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇവിടെ ഇസ്ലാമിന്റെ പേരിലുള്ള തീവ്രവാദങ്ങളും വർഗീയവാദങ്ങളും ഒക്കെ ഒരുപക്ഷെ കേട്ടിരിക്കാം. ഇസ്ലാമിന്റെ പേര് മാത്രമാണ് അതിലുള്ളത്. അതല്ലാതെ ഇസ്ലാമും ആ തീവ്രവാദവും ആ അക്രമവും ആ അരാജകത്വവും ആ ഭീകരവാദവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമിലെവിടെയും തന്നെ തീവ്രവാദത്തിന്റെ ഒരു അംശം പോലും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി പഠിക്കാൻ ഇറങ്ങിയ പലരും ആ ഇസ്ലാമിനെ വിമർശിക്കേണ്ടതല്ല, ഇത് ഉൾക്കൊള്ളേണ്ടതാണെന്ന് മനസ്സിലാക്കി ഇസ്ലാം പുതിയ പൂർവീകരുടെ പല ചരിത്രങ്ങളും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യന്റെ മനസ്സുകളെ അടുപ്പിക്കാൻ സ്നേഹത്തിനല്ലാതെ കഴിയില്ല. വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ ഒരു ശക്തിക്കും ഇവിടെ മനുഷ്യനെ അടുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യർ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്, സ്നേഹമാണ്, സൗഹാർദ്ദമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ചു, എത്രത്തോളം ഇസ്ലാമിന്റെ വിരോധികളാണെങ്കിൽ പോലും അവരോട് നിങ്ങൾ സ്നേഹത്തോട് മാത്രമേ സമീപിക്കാൻ പാടുള്ളൂ. ഇസ്ലാമിന്റെ എതിർവിശ്വാസികളോടല്ല പറഞ്ഞത്. ഇസ്ലാമിനെ ശക്തമായിട്ട് വിമർശിക്കുകയും എതിർക്കുകയും നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവരോട് പോലും സ്നേഹത്തോട് മാത്രമേ നിങ്ങൾ സമീപിക്കാൻ
എന്ന മഹത്തായ സന്ദേശം വിഭാവനം ചെയ്ത മതമാണ് വിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിൽ കറുപ്പിന്, അനീതിക്ക്, അരാജകത്വത്തിന്, അക്രമത്തിന് ഒരിക്കലും എവിടെയും സ്ഥാനമില്ല. മറിച്ച് സ്നേഹം, സൗഹാർദ്ദം, സന്തോഷം അതാണ് വിഭാവനം ചെയ്യുന്നത്. ആ ഇസ്ലാം പുതിയ ആർക്കും തന്നെ, ആ ഇസ്ലാം ഉൾക്കൊള്ളുന്ന ഒരാൾക്കും തന്നെ അത്തരം തീവ്രവാദ, ഭീകരവാദ, അരാജക, അക്രമത്തിന്റെ ഒരർത്ഥം ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെയുള്ളവർ പേര് കൊണ്ടാണ് ഇസ്ലാമാകുന്നത്. ആ പേര് കൊണ്ടുള്ള ഇസ്ലാമിന്റെ ആളുകളാണ് നാടിന്റെ പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ ചില ഭാഗങ്ങളിലെങ്കിലും ഇവിടെ അക്രമവും അരാജകവും പ്രകടമാക്കുന്നത്, അവർ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് സ്നേഹജനങ്ങളെ, വിശുദ്ധ ഇസ്ലാമിന്റെ മഹത്തായ സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ ആ സന്ദേശം നമ്മളൊക്കെ ഉൾക്കൊണ്ട് ഓരോ മനുഷ്യരും അതേത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും വർണ്ണ വൈജാത്യമില്ലാതെ ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ഈ മഹത്തായ ഭാരതത്തിൽ, ഈ ഇന്ത്യ രാജ്യത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ എല്ലാവരും സ്നേഹത്തോടുകൂടെ, സൗഹാർദ്ദത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള ഒരു സന്ദേശമാണ് ഈ 1501 പ്രവാചക ജന്മദിനത്തോടനുബന്ധിച്ച് AIC എഡ്യൂക്കേഷൻ സെന്റർ എന്ന് പറയുന്ന മഹത്തായ വിദ്യാഭ്യാസ മതഭൗതിക സമന്വയ സംവിധാനത്തിന് നിങ്ങളോട് പറയാനുള്ളത്. സ്നേഹമുള്ളവരെ, നമ്മളാരും ഒരാളെയും വേദനിപ്പിക്കരുത്, ഒരാളെയും വെറുപ്പിക്കരുത്, ഒരാളെയും ആക്രമിക്കരുത്, ഒരാളെയും അനീതിയായിക്കൊണ്ടൊരു വാക്കുപോലും പറയുന്ന രീതി ഇസ്ലാം വിഭാവനം ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നുകൂടെ പറയുന്നു, സ്നേഹം മാത്രമേ മനുഷ്യന്റെ മനസ്സിനെ കീഴടക്കാൻ കഴിയുള്ളൂ. സ്നേഹം കൊണ്ട് മാത്രമേ മനുഷ്യനെ പിടിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സ്നേഹമായിരിക്കട്ടെ നമ്മുടെ ജീവിതം, ആ സന്തോഷവും സൗഹാർദ്ദവും ഐക്യവുമായിരിക്കട്ടെ നമ്മുടെ സന്ദേശമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അറിയിച്ചുകൊണ്ട് മഹത്തായ AIC എഡ്യൂക്കേഷൻ സെന്ററിന്റെ എല്ലാവർക്കുമുള്ള നബിദിനാശംസകൾ അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രത്യേകം ഈ സമയത്ത് ഈ മഹത്തായ ഈ നബിദിന റാലിയുടെ സമാപനത്തിന് ഈ പ്രദേശം, ഈ സ്ഥലം സൗകര്യം ചെയ്തു തന്ന ഇതിന്റെ ബന്ധപ്പെട്ടവർക്ക് ഞങ്ങളുടെ പ്രത്യേകം കൃതജ്ഞത അറിയിക്കുകയാണ്. ഇവിടെ ശ്രമിച്ച എല്ലാ മനുഷ്യ മനസ്സുകൾക്കും 1000 നബിദിനാശംസകളും കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.